നമസ്കാരം. മലയാളികൾക്ക് പ്രിയങ്കരിയാണ് കീർത്തി സുരേഷ്. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലാകെ ചർച്ചയാണ് കീർത്തി സുരേഷിനെ കുറിച്ച്. മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പിന്നീട് തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളാണ് ചെയ്തത്, അതും സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം. കുട്ടിക്കാലം മുതലേ അഭിനയ മേഖലയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കീർത്തി സുരേഷ്. ബാലതാരമായി തുടങ്ങി പിന്നീട് നായികയായി മാറുകയായിരുന്നു താരപുത്രി. മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നും ഗംഭീര സ്വീകരണമാണ് താരത്തിന് ലഭിച്ചത്. ഇതിനകം തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തി സുരേഷ് സ്വന്തമാക്കിയിട്ടുണ്ട്. മകളുടെ പേരിൽ അറിയപ്പെടുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്ന് മേനക പറയുന്നുണ്ട്. ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്തപ്പോഴായിരുന്നു മേനക കീർത്തിയെക്കുറിച്ച് സംസാരിച്ചത്. ഇനി ഇപ്പോൾ പണിക്കൊന്നും പോവണ്ടല്ലോ, മകൾ ഇന്ത്യ അറിയപ്പെടുന്ന നായികയല്ലേ, കോടികളൊക്കെ വീട്ടിൽ വരുമല്ലോ എന്ന് ഞാനൊരിക്കൽ സുരേഷ് കുമാറിനോട് ചോദിച്ചിരുന്നു. അതിന് അവളൊരു പൈസയും എനിക്ക് തരില്ലെന്നായിരുന്നു സുരേഷ് കുമാറിന്റെ മറുപടി എന്നായിരുന്നു ശ്രീകണ്ഠൻ നായർ മേനകയോട് പറഞ്ഞത്. അവൾക്ക് കിട്ടുന്നത് അവൾ എടുക്കട്ടെ, അവളുടെ കൂടെ ഞങ്ങൾ അങ്ങനെ പോവാറൊന്നുമില്ല. ഞാൻ അഭിനയിച്ചിരുന്ന കാലത്ത് അമ്മ എപ്പോഴും എന്റെ കൂടെ വരാറുണ്ടായിരുന്നു. അന്ന് കാരവാനൊന്നുമില്ല, ഇപ്പോൾ കാരവാനൊക്കെ ഉണ്ടല്ലോ. കീർത്തി റെഗുലറായിട്ട് ജിമ്മിൽ പോവാറുണ്ട്. രണ്ടാമത്തെയാൾ തടിയുള്ള പ്രകൃതമാണ്. കീർത്തിയാണ് എന്നെ നോക്കിയത് എന്നൊരു വിളിപ്പേരുണ്ട്. ഞാൻ മാളിലോ പുറത്തോ ഒക്കെ പോകുമ്പോൾ ആളുകൾ എന്റെ കൂടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഓട്ടോഗ്രാഫ് ചോദിക്കുന്നതുമെല്ലാം കീർത്തി ശ്രദ്ധിക്കാറുണ്ട്. എന്നെ ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കീർത്തി അടുത്ത് വന്ന് കൂടെ നിൽക്കും. രേവതിയാണെങ്കിൽ വിളിച്ചാൽ മാത്രമേ വരൂ. എല്ലാവരും അമ്മയെ തന്നെ നോക്കും എന്ന് പറഞ്ഞ് പരാതിപ്പെടാറുണ്ട്. അവൾക്ക് എപ്പോഴും അവളെ എല്ലാവരും നോക്കണമെന്നാണ്, ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ആഗ്രഹം എന്ന് പണ്ടേ പറയാറുണ്ട്. സിനിമാ ഷൂട്ട് തീരുന്നതിനിടെ അച്ഛനും അമ്മയും വരണമെന്ന് അവൾ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പോവാറുണ്ട്. റമോ സിനിമയിൽ കീർത്തിക്ക് കൂട്ടുപോയതാണ് അമ്മ. അമ്മ അവിടെ ഫുൾ ആക്റ്റീവ് ആയിരുന്നു. അത്രയും സംസാരമാണ്. ആ ലൊക്കേഷനിൽ വെച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ഉണ്ടാക്കുകയായിരുന്നു. കീർത്തി അന്ന് അമ്മൂമ്മയുടെ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. കുറെ പേർ അത് ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷവും അമ്മയ്ക്ക് കുറെ അവസരങ്ങൾ ലഭിച്ചിരുന്നു. അമ്മയുടെ കഴിവായിരിക്കും ഞങ്ങൾക്കൊക്കെ കിട്ടിയത്. കോവിഡ് കാലത്ത് അവസരങ്ങൾ വന്നപ്പോൾ ഞാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ അമ്മ എന്റെ കൂടെയാണ് താമസം. വീട് നിറയെ ആർട്ടിസ്റ്റാണ്. മുൻപ് മക്കളുടെ നിഴലായിരുന്നു ഞാൻ. അമ്മക്കോഴി ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത് പോലെയായിരുന്നു. മക്കൾ വളർന്നതോടെ എനിക്കൊരുപാട് ഫ്രീഡം കിട്ടുമല്ലോ. ഫാസിൽ സാർ വിളിച്ചപ്പോഴാണ് വീണ്ടും അഭിനയിച്ചതെന്നായിരുന്നു മേനക പറഞ്ഞത്. അതേസമയം വിജയ്, സൂര്യ, ശിവകാർത്തികൻ, നാനി, മഹേഷ് ബാബു അങ്ങനെ എല്ലാ അഭിനേതാക്കൾക്കൊപ്പവും നായികയെ കീർത്തി തിളങ്ങിയിരുന്നു. നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങളിൽ ഒരേപോലെ കീർത്തി മികവുറ്റതായി. സിനിമകളിൽ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഗോസിപ്പുകളിലും കീർത്തിയുടെ പേര് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രധാനമായും സംഗീത സംവിധായകൻ അനിരുദ്ധുമായി പ്രണയത്തിലാണെന്ന രീതിയിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ കീർത്തി സ്ഥിരമായി അനിരുദ്ധുമൊത്ത് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ മറ്റൊരു ഗോസിപ്പുകളിലും കീർത്തി ഇടം പിടിച്ചിട്ടുണ്ട്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു നടനുമായി കീർത്തി സുരേഷ് പ്രണയത്തിലാണെന്ന് പറയുന്നു. ആരാധകർ ശരിക്കും ഞെട്ടലിലാണ്. അങ്ങനെ ഒരു നടൻ ഏതാണെന്ന് തിരയുകയാണ് ആളുകൾ. എന്നാൽ ഈ ഗോസിപ്പുകളോട് കീർത്തി സുരേഷ് പ്രതികരിച്ചത് ഇങ്ങനെ: ദളപതി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചാൽ അത് തീർച്ചയായും സത്യമാവും. അതിനാൽ അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ശരിയായ രീതിയെന്നാണ് കീർത്തി സുരേഷ് പറഞ്ഞത്. ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടാവുന്നത് ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ പുതുമയല്ല. ഈയിടെ ഇപ്പോൾ ചർച്ചയാവുന്ന സായ് പല്ലവിയുടെ പുതിയ കാമുകനെ കുറിച്ചാണ്. കീർത്തിക്ക് നേരത്തെ അനിരുദ്ധുമായി പലതരം വിവാദങ്ങൾ ഉണ്ടായതാണ്. അതുപോലെ കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രമാണ് വരുൺ ധവാൻ നായകനാവുന്ന ബേബി ജോൺ. ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ വരുൺ ധവാനുമായി കൂടുതൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചിരുന്നു. മാത്രമല്ല വരുൺ ധവാനുമായി താരം ഡേറ്റിംഗിലാണെന്നും പല അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കീർത്തിയുടെ ശക്തി. താരം സിനിമയുടെ മറ്റു കാര്യങ്ങളുമായി ഫുൾ തിരക്കിലാണ്.